രാജ്യത്തിനാകെ അഭിമാനമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പഠിച്ചത് ഈ സ്കൂളിലാണ്. പല്ലാവൂരിലെ ചിന്മയ മിഷൻ്റെ സ്കൂളിൽ 7 തൊട്ട് പഠിച്ചത്, +2 വരെ പഠിച്ചത് ഈ സ്കൂളിലാണ്. പ്രശാന്തിനെ പഠിപ്പിച്ച ടീച്ചർമാരും ഇപ്പോഴത്തെ ഇവിടുത്തെ അധ്യാപകരും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, എങ്ങനെയായിരുന്നു പ്രശാന്തുമായിട്ടുള്ള അനുഭവം? എങ്ങനെയായിരുന്നു പഠനത്തിലൊക്കെ? എങ്ങനെയായിരുന്നു? ചിന്മയ വിദ്യാലയയിൽ പഠിച്ച കുട്ടികളും പഠിപ്പിച്ച ടീച്ചർമാരും എല്ലാവരും വളരെ നല്ല നിലയിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രശാന്ത് ബി നായർ എന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എങ്ങനെയായിരുന്നു ക്ലാസ്സിലൊക്കെ? ക്ലാസ്സിൽ വളരെ ബ്രൈറ്റും ബ്രില്യൻറ്റും ബുദ്ധിശാലിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ സഹായിക്കുന്നതിൽ വളരെ തൽപരരാണ്. സ്വന്തം കളിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? അതെ, പഠനത്തിൽ മാത്രമല്ല കായിക അഭ്യാസത്തിലും, അതായത് ക്രിക്കറ്റ്, അതുപോലെ തന്നെ ക്വിസ് പ്രോഗ്രാം, അകത്തും പുറത്തും, സ്കൂളിൻ്റെ അകത്തും പുറത്തും വളരെ നല്ല നിലയിൽ നല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ വിദ്യാലയത്തിൻ്റെ യശസ് ഉയർത്തിയിട്ടുണ്ട്. ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിച്ചത്. എത്രാം ക്ലാസ്സിലായിരുന്നു? 92 to 94. അപ്പോൾ 11ലും 12ലും പ്രശാന്തിനെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലായിരുന്നു മാത്തമാറ്റിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ എന്താ പറയുക, ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുക. സ്കൂൾ ലീഡറായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു. അപ്പോൾ നല്ലൊരു കുട്ടിയാണ്. ലവ്വിങ് ആണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്. അങ്ങനെ എല്ലാ വിധത്തിലും നല്ല കുട്ടിയായിരുന്നു. ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇങ്ങനെ ഒരു വലിയ നേട്ടം, രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്. നമ്മൾ ഈ സ്കൂളിന്റെ, ഞങ്ങൾ ചിന്മയ വിദ്യാലയ പല്ലാവൂർ, ഞങ്ങൾ അഭിമാനത്തിന് ഏറ്റവും നെറുകെൽത്തി നിൽക്കുകയാണ് പ്രശാന്തിന്റെ പേരിൽ. പ്രശാന്ത് ഈ ഒരു ദൗത്യത്തിന് ശേഷമായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത. അതെങ്ങനെയാണ് നമുക്കറിയില്ല. വരുമ്പോൾ ഒരു സ്വീകരണമൊക്കെ ഒരുക്കണ്ട. എങ്ങനെയാണ്? തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെ കിട്ടുകയെന്നറിയില്ല അവരെ, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സ്കൂളിലേക്ക് വരാൻ. ആൾ സ്കൂൾ വിസിറ്റ് ചെയ്യാറുണ്ട്. എക്സ്ട്രീംലി പ്രൗഡ് ആൻഡ് ഹാപ്പി. ലാസ്റ്റ് ഇയർ വന്നിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റി. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു മേജറായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എക്സാക്ട്ലി നമുക്കറിയില്ല എങ്കിലും ഇല്ല. പക്ഷേ ഞങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. ഞാനും പ്രിൻസിപ്പലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. പ്രശാന്ത് ഇവിടെ നിന്ന് പോയെങ്കിലും, അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞ് പോയെങ്കിലും ഈ സ്കൂളുമായിട്ട് വലിയ അടുപ്പം കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറേ ടീച്ചർമാർക്കൊക്കെ അറിയാം. കഴിഞ്ഞ വർഷം തന്നെ ഇവിടേക്ക് വന്നിരുന്നു. അങ്ങനെ സ്കൂളിലേക്കൊക്കെ ഇടയ്ക്ക് വിസിറ്റ് നടത്തുകയും ചെയ്യാറുണ്ട്. എ വി മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.